ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. പക്ഷേ നമുക്ക് ഒരു പണി കിട്ടി. എന്താണെന്നറിയോ? നമ്മളൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്യാമായിരുന്നു. ആ സമയത്ത് നമ്മുടെ വേൾഡ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ബാക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ റിസേഴ്സൊക്കെ ഒപ്പിച്ചായിരുന്നു, എല്ലാം പോയി. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയ വേൾഡിലാണ് നമ്മുടെ എപ്പിസോഡുകൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വേൾഡ് ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഇതൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതെന്താ? ഓക്കെ, റെഡ് കളറിലുള്ള മലയോ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഈ റെഡ് കളറ് മല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വെറൈറ്റി ഡിസൈൻ. ഇത് എന്ത് ഭയമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഇവിടെ മരങ്ങൾ വളരെ കുറവാണ്, ആകെ 3-4 ഉള്ളൂ. ഓക്കെ, മരം വെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? ഓക്കെ, പുഴയുണ്ട്. ഓക്കെ, ഇതേ മരങ്ങളൊക്കെ ഇതേ കുന്നിൻ്റെ മുകളിലാണ്. ഓക്കെ, കുഴപ്പമില്ല, എന്നാൽ പോയിട്ട് കുറച്ച് മരം വെട്ടാം. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ഇത് മരമാണ് വെട്ടേണ്ടത് നമുക്ക്. ഓക്കെ, ഈ മരം തന്നെ വെട്ടിക്കളയാം. ഇതും കൂടി ആയാൽ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഏകദേശം ഒരു ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയൊരു പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം വുഡ് എടുത്ത് വെച്ചിട്ട് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ആക്കി കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ വെക്കാം. ഇനി വീണ്ടും ക്രാഫ്റ്റിംഗ് ടേബിൾ തുറന്നിട്ട് ഇത് മുഴുവൻ പ്ലാങ്ക് ആക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇനി നമുക്ക് ബേസിക്കായിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ആദ്യം ആക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കുറച്ചും കൂടി മരം വെട്ടിയെടുക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കാം. ഇനി നമുക്ക് തൽക്കാലം ഇത് മതി. ഇനി നമുക്ക് സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം പിന്നീട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വേണ്ടത് ബെഡാണ്. ബെഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നമുക്ക് എവിടെയെങ്കിലും ഷീപ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ നോക്കാം. എവിടെയെങ്കിലും കാണുമല്ലോ. ഓക്കെ, ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇവനെ നമുക്ക് തല്ലിക്കൊല്ലാം. ഒരെണ്ണം കൂടി കൊത്തു കഴിഞ്ഞ്. ഓക്കെ, ഒരു വൂളും മട്ടണും കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു ഷീപ്പും കൂടി ഇവിടെ തന്നെ ഉണ്ട്. ഇവനെയും കൂടി നമുക്ക് തട്ടിക്കളയാം. ഓക്കെ, അതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, അങ്ങനെ 3ാമത്തെ ഷീപ്പിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവനെയും കൂടി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 വൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡുണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വുഡ് വെക്കുന്നു, വൂൾ വെക്കുന്നു. ഓക്കെ, ബെഡ് കിട്ടി. ഫസ്റ്റത്തെ ബെഡ്, വൈറ്റ് ബെഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് മൈൻ ചെയ്തിട്ട് കുറച്ച് സ്റ്റോണ് കളക്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ താമസിക്കാനുള്ള വീട്. ഓക്കെ, കല്ലൊക്കെ ഭയങ്കര സ്ലോ ആണ് പൊട്ടാൻ വേണ്ടിയിട്ട്. വുഡിൻ്റെ പിക്കാക്സ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, കുറച്ച് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഓക്കെ, ഒരു പിക്കാക്സ്, ഒരു ആക്സും കൂടി ഉണ്ടാക്കാൻ സാധനമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സ്റ്റോൺ ഉണ്ടാക്കാം. കുറച്ചും കൂടി സ്റ്റോൺ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടൊരു ആക്സും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ആക്സും കൂടി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫർണസും കൂടി ഉണ്ടാക്കാം. ഫർണസ് എവിടെയായിരുന്നു? ഓക്കെ, ഫർണസ്. എന്നിട്ട് ഇവിടെ വെക്കാം.
വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്ക് ബെഡ് ഇട്ടിട്ട് ഉറങ്ങാം. ഓക്കെ, അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ എണീക്കാം. ഓക്കെ, എഴുന്നേറ്റിട്ട് ബെഡ് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി മരം നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വെട്ടാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ കുറേ മരം വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് മീറ്റ് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. മട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ കുക്കഡ് മട്ടൺ കിട്ടും. ഓക്കെ, അങ്ങനെ കുക്കഡ് മട്ടൺ കിട്ടി. ഇനി ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കണം. അതിന് ഈ ലോഗ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കത്തിച്ചാൽ മതി, അതവിടെ നിന്ന് ആയിക്കോളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ടൂൾസ് ഉണ്ടാക്കാം. ഹോയ് ഉണ്ടാക്കാം. ഓക്കെ, ഷവല്, സോഡും കൂടി ഉണ്ടാക്കാം. നമുക്ക് ഫാമിങ് ചെയ്യണം. ഫാമിങ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടെ, ഉച്ചയായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് വെട്ടി ലെവലാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഫാമിങ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് കുറച്ച് സീഡ് കണ്ടുപിടിക്കാനുണ്ട്. ഈ സ്ഥലം ഒന്ന് നിരപ്പാക്കിയിട്ട് നമുക്ക് സീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകാം. ഓക്കെ, ഈ രണ്ടെണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഈ സ്ഥലം ഒന്ന് പ്ലെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീഡ് കണ്ടുപിടിക്കാം. അങ്ങനെ കുറേ സീഡ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നൈറ്റായി. ഇനി ബെഡിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് നമുക്ക് ഹോ ചെയ്യണം. ഓക്കെ, ബെഡ് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹോ കയ്യിലെടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഹോ ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഇത്രയും സ്ഥലം ഹോ ചെയ്തിട്ടുണ്ട്. ഇനി സീഡ് എടുത്തിട്ട് നമുക്ക് മുഴുവൻ ഇവിടെ നട്ടു വെക്കാം. കുറച്ച് സീഡ് ഉള്ളൂ, നമുക്ക് കുറച്ചും കൂടി സീഡ് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ, അങ്ങനെ കുറേ സീഡ് കണ്ടുപിടിച്ചിട്ട് നമ്മളിവിടെ ഫുള്ളിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത്രയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇനി ഇതൊക്കെ കത്തിക്കഴിഞ്ഞോ എന്ന് നോക്കാം. ഇത് ഓക്കെ, ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് കയ്യിലെടുത്തിട്ട് നമുക്ക് കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഓക്കെ, കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 32 ടോർച്ച് കിട്ടിയിട്ടുണ്ട് കയ്യിലുള്ളത് വെച്ചിട്ട്. ഇനി ടോർച്ച് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ 1-2 എടുത്ത് വെക്കണം. ആദ്യം പുറത്ത് തന്നെ ഒരെണ്ണം ഇരിക്കട്ടെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവിടെ വെക്കാം. ഇനി ഒരെണ്ണം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും വെക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും മതി. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ ബൈ.